അളിയ ഞാൻ കുറച്ച് മുന്നേ ഇരുന്ന് അയ്യപ്പനും കോശിയും കണ്ടു. എൻ്റെ ഒരു കംഫർട്ട് മൂവി. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ ഒക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ ഇരുന്ന് കാണുന്ന പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അപ്പോൾ ഞാൻ അത് കണ്ട് കഴിഞ്ഞ് ചുമ്മാ യൂട്യൂബിൽ കയറിയപ്പോൾ എനിക്കിങ്ങനെ ഭീംല നായകില്ലേ അതിൻ്റെ തെലുങ്ക് അതിൻ്റെ എനിക്ക് സജഷൻ വന്നു. അപ്പോൾ ഞാൻ ചുമ്മാ എന്നാൽ ഭീംല നായകൻ കാണാമെന്ന് വിചാരിച്ച് ഹോട്ട്സ്റ്റാറിൽ കയറി ഭീംല നായകൻ കണ്ടടാ. എന്താടാ അത്? ചിരഞ്ജീവി അണ്ണാന്ന് വിളിച്ച നാമം കൊണ്ട് നീ എന്നെ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് അയ്യപ്പനും കോശിയുടെ വില നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഭീംല നായകൻ കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് വില മനസ്സിലാവും അയ്യപ്പനും കോശിയുടെ. എടാ ആർട്ട് എന്ന് പറയാൻ പറ്റുന്ന പടത്തിനെ നീയൊക്കെ കൂടി ആർട്ടാക്കി കളഞ്ഞല്ലോടാ. കേരളവും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു ചിന്താഗതിയുടെ ഡിഫറൻസ് പോലെ ഉണ്ട് ഈ പടം. ഓ മൈ ഗോഡ്, എക്സാഗറേഷൻ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് എക്സാഗറേറ്റ് ചെയ്ത് അങ്ങ് 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 കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ. നെറ്റൊക്കെ വെറുതെ ഇരിക്കുവാണ്. കുറേ ചിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് കണ്ടോ. അപ്പോൾ അതിൽ ചിരഞ്ജീവി മുണ്ണയുടെ കുറേ സാധനങ്ങളുണ്ട്. ദൈവമേ വയ്യടാ, നിനക്ക് പറ്റൂലേ? നിനക്ക് എന്താ നിന്റെ പ്രശ്നം? എന്താ തെലുങ്കാനയുടെ ഇയാളൊരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്തോ ഇല്ലേ? ഇയാൾക്ക് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലേ? സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നത്, എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ നടക്കുമോ? ഒന്നും പറയുന്നില്ല ഞാൻ. ശരി എന്നാ, ഓക്കെ ബൈ.